ഞങ്ങളുടെ പഠനം തുടങ്ങുന്നത് എവിടെ നിന്നാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? കാര്യമൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മനസ്സിലെ സങ്കടങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട്. പക്ഷെ കാര്യം പറയാഞ്ഞത് കൊണ്ട് എല്ലാവരും എന്നെ ചീത്ത വിളിച്ചത് കൊണ്ട് ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ചില സമയത്ത് ലൈഫിൽ എന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുമെന്നും പറഞ്ഞ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആയിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് എന്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പൂസിന്റെ വീട്. ഇതിന്റെയൊക്കെ തന്നെ മിഡിലില്, അതായത് ഏറ്റവും കൂടുതൽ എന്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ അടുത്തുള്ളത്. അവിടെ നമുക്കൊരു സ്ഥലം ഉണ്ടായിരുന്നു. വാങ്ങിക്കുന്നതിനെ പറ്റിയിട്ടുള്ള പ്ലാനുകളായിരുന്നു. അതിനു മുന്നേ എന്റെ കൂട്ടുകാരുടെ കല്യാണം നടക്കുന്ന സമയത്ത് ആ ഒരു മാസമായിരുന്നു കേട്ടോ ഞാൻ ലോൺ ഫ്രീ ആയിട്ട് ഉണ്ടായിരുന്നത്. അതിനു മുമ്പ് അപ്പൂസിന്റെ വീട്ടിലെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാനൊരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ലോൺ അടച്ചു തീരേണ്ട ടൈമൊന്നും ആയിട്ടില്ല. ഞാനതൊരു ചിട്ടി പിടിച്ചിട്ട് അത് ഫൈനോട് കൂടി അടച്ചു തീർക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്റെ കൂട്ടുകാരുടെ കല്യാണത്തിന്റെ ആ ഒരു മാസമാണ് കേട്ടോ ഞാൻ സമാധാനമായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നീ ഇരുന്നാ പോരല്ലോ, എന്നിട്ട് ഞാനൊരു പണി തരട്ടെ എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു സ്ഥലം, ഈ സ്ഥലത്തെ പറ്റി അറിഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും വിഷമം വരത്തില്ല. അറിഞ്ഞ സ്ഥിതിക്ക് വാങ്ങിക്കാതിരിക്കാനും പറ്റത്തില്ലാത്തൊരവസ്ഥയായിരുന്നേ. സ്ഥലം പ്രോഫിറ്റും കാര്യങ്ങളും ഒക്കെ ആണെങ്കിലും അതിന്റെ ഇടയിലും കുറെയൊക്കെ കാര്യങ്ങൾ ഉണ്ട് കേട്ടോ. ഞാനത് പറഞ്ഞു തരാവേ. എനിക്ക് നാട്ടിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നൈറ്റ് ഡ്യൂട്ടിയും കാര്യങ്ങൾ വരുമ്പോഴേക്കും മാമാട്ടിനെ നോക്കണമെങ്കിലും ഒക്കെ ആയിട്ട് ആരെങ്കിലും ഒക്കെ വന്ന് നിന്ന് സഹായിക്കണമെങ്കിൽ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ ആയിരിക്കുന്ന സ്ഥലമായിരിക്കുന്നതല്ലേ നല്ലത്. രണ്ട് വീടിന്റെ അടുത്തായിട്ട് 2-3 സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന സ്ഥലം ഇതാണ്. ബാക്കിയുള്ളതൊക്കെ വയലും മൂടിയത് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണ്.